ഐ പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഒരു വിഷയവുമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. വിശേഷാൽ സനാതനധർമ്മം എന്ന ഒരു വിഷയമാണ് ആധികാരികമായിട്ട് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാനിരിക്കുന്നത്. എന്താണ് സനാതനധർമ്മം എന്നിവിടെ ഘോരഘോരം നമ്മുടെ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെയും ഭാരതത്തിലൊക്കെ ഉടനീളം പ്രശംസിച്ച് പറയുന്ന ഒരു വാക്കാണിത്. അത് വിശേഷാൽ ഹൈന്ദവ ആചാര്യന്മാരും ഹൈന്ദവ സമൂഹവും താങ്കൾ ഹൈന്ദവരാണെന്ന് തീവ്രമായിട്ട് കരുതുന്നവരും ഘോരഘോരം വിളിച്ചു പറയുന്ന ഒരു വാക്കാണ് ഹൈന്ദവ ധർമ്മമാണ് സനാതനധർമ്മം. സനാതനധർമ്മം എന്താണെന്ന് അവരോട് വ്യക്തമായി പറയാൻ പറഞ്ഞാൽ അത് ഹിന്ദു ധർമ്മമാണ് സനാതനധർമ്മം എന്നേ പറയുന്നുള്ളൂ. വ്യക്തമായ അതിൻ്റെ വർണ്ണനം ഒന്നും ആരും പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനതിനെ വ്യക്തമാക്കി. സനാതനധർമ്മം എന്ന പുസ്തകത്തിൽ നിന്നും തന്നെ അതിൻ്റെ 10 വരികൾ കണ്ടെടുത്ത് ആ 10 വരികളിലെ ആദ്യ 4 വരികളിൽ 9 പ്രാവശ്യം സത്യം സത്യം സത്യമെന്നും അടുത്ത 6 വരികളിൽ 4 പ്രാവശ്യം കൂടി എഴുതിയിട്ടുണ്ട്. ആകെ 13 പ്രാവശ്യം സത്യം എന്തൊക്കെയാണ്, സത്യത്തിൻ്റെ 13 വകതിരിവുകളും അതിൻ്റെ സത്യം എന്തൊക്കെയായിത്തീരും, എന്താണ് സനാതനം, വ്യക്തമായിട്ടും ആ രൂപരേഖ കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ഞാൻ പറയുന്നു, ദൈവമക്കൾ അതിനെ നോട്ട് ചെയ്യുക. എന്നെ കേൾക്കുന്ന ഏവരും ജാതി മത ഭേദമന്യേ ഇതെല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. ആകയാൽ ഇവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഈ വീഡിയോ മൊത്തമായി കാണണമേ എന്ന് ഞാൻ ആദ്യമേ അപേക്ഷിക്കുന്നു. സനാതനധർമ്മ പുസ്തകം അതിൽ 155 പേജ് PDF നമ്പർ 171. പുസ്തകമില്ലാത്തവർ PDF ഡൗൺലോഡ് ചെയ്താൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ആകും. സനാതനധർമ്മം എന്ന് ഡൗൺലോഡ് ആക്കിയാൽ മതി. അതിലെ ഫ്രീ ഡൗൺലോഡ് ആകും. മൊത്തം 322 പേജുകളുള്ള ആ ഫയൽ PDF ഫയലിൽ 171 ഫയൽ പേജ് നമ്പരും സനാതനധർമ്മ പുസ്തകം വാങ്ങുകയാണെങ്കിൽ 155 പേജിലും 10 ലൈൻ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 4 വരികൾ ഞാൻ ചൊല്ലാം. ദൈവത്തിന് സ്തോത്രം. സത്യം സത്സു സദാധർമ്മം സത്യം ധർമ്മ സനാതനം സത്യമേവ നമസ്യേത സത്യം ഹി പരമാഗതി സത്യം ധർമ്മസ്തപോ യോഗ സത്യം ബ്രഹ്മ സനാതനം സത്യം യക്ഷ പരപ്രോക്ത സർവം സത്യേ പ്രതിഷ്ഠിതം. ദൈവത്തിന് സ്തോത്രം. അടുത്ത 6 വരികളിൽ സത്യം നാമാവ്യയം നിത്യമവികാരി തഥൈവ ച സർവധർമ്മ വിരുദ്ധ്വേന യോഗേനൈതത് വ്യാപ്യതേ സത്യം ച സമതാ ചൈവ ദമർച്ചൈവ ന സംശയ ശ്രമത്വാർത്യ ദ്രമാചൈവ ഹിത്തിദിന്ദഗനസൂയത ത്യാഗോത്യാനമയാര്യത്വം ത്രതിശ്ച സതതം ദയ അഹിംസ ചൈവ രാജേന്ദ്ര സത്യാകാര ശ്രേയോധര. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും പൂജാര്യന്മാരെടുത്തോ ആചാര്യന്മാരെടുത്തോ ഋഷിവര്യന്മാരെടുത്തൊക്കെ ഇവിടെ ഇപ്പോഴുള്ള ഋഷിവര്യന്മാരെടുത്ത് ചോദിക്കുകയാണെങ്കിൽ പറയും അത് ഞങ്ങളുടെ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ഹിന്ദു ധർമ്മം എന്നാണ് അവരുടെ മറുപടി. പിന്നെ നമ്മൾ തെറ്റിനെ തെറ്റായിട്ടും ശരിയെ ശരിയായിട്ടും തെറ്റിനെ കണ്ടാൽ അതിന് ശരിയാകുന്നത് വരയ്ക്കും അതിനോട് പോരാടുന്നതും അതിനുവേണ്ടി എന്തും ചെയ്യുന്നതും ഇതൊക്കെയാണ് സനാതനം. ദൈവത്തിൻ്റെ സ്തോത്രം. എന്ന് പറഞ്ഞാൽ വേണ്ടി വന്നാൽ കൊല്ലാം, അടിക്കാം, തൊഴിക്കാം, നാട് കടത്താം, ഇതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്ന് പറഞ്ഞാൽ
ഇവിടെ ധർമ്മം എന്നത് ഈ ഭാരതത്തിൽ നടന്ന 2 യുദ്ധങ്ങളെ അനുകരിച്ചാണ് അവർ പ്രത്യേകം പറയുന്നത്. ഒരുവൻ ഒരു പെണ്ണിനു വേണ്ടി, ഒരു കൂട്ടർ മണ്ണിനു വേണ്ടി. ഈ 2 യുദ്ധങ്ങളെയും ന്യായീകരിച്ചിട്ടാണ് ധർമ്മം എന്ന് വിശേഷാൽ ഹൈന്ദവ ആചാര്യന്മാർ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ കേൾപ്പിച്ച ഈ 10 വരി സനാതനധർമ്മത്തിൻ്റെ മഹത്വ വർണ്ണനങ്ങൾ അത് എഴുതി വച്ചിട്ടും അതിൻ്റെ ഒരു വരി പോലും ന്യായമായിട്ട് പഠിപ്പിക്കാത്ത ഇന്നത്തെ ആചാര്യന്മാരെ എങ്ങനെ ഫോളോ ചെയ്യും? ചെയ്യുന്നവരുടെ ഗതി എന്താകും? ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും സശ്രദ്ധം ശ്രദ്ധിച്ച് ഇതിൻ്റെ വരികൾ വായിക്കണം. അതിൻ്റെ സംസ്കൃതത്തിലുമുണ്ട്, ഇംഗ്ലീഷിൽ അതിൻ്റെ വ്യാഖ്യാനവുമുണ്ട്. അത്ര പ്രോപ്പർലി അല്ലെങ്കിലും മാച്ച് ചെയ്ത് ചിന്തിച്ച് ഗ്രഹിച്ചറിയാവുന്ന അർത്ഥങ്ങളൊക്കെ അതിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്നുണ്ട് 4 വരി. സത്യം സത്സു സദാധർമ്മം, സത്യം ധർമ്മ സനാതനം, സത്യമേവ നമസ്യേത, സത്യം ഹി പരമാഗതി. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടി ഞാൻ അതിനെ ആവർത്തിക്കുന്നു. സത്യം, സത്ത്. സത്യം എന്ന് പറഞ്ഞാൽ സത്യം തന്നെ. അതാണ് സത്യം, സത്ത്. അസത്തോമ അസത്ത് ഗമയ എന്ന് പറഞ്ഞാൽ അസത്യത്തിൽ നിന്നും ഞങ്ങളെ സത്യത്തിലേക്ക് നയിക്കണമേ എന്നുള്ള പദപ്രയോഗമാണ് സത്ത്. പഞ്ചാബീസ് അഭിസംബോധന ചെയ്യുമ്പോൾ എപ്പോഴായിരുന്നാലും സത് ശ്രീ അകാൽ ജി, സശ്രീകാൽ ജി എന്ന് പറയുന്നതാണ്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ഉച്ചാരണം ഇങ്ങനെയാണ്, സത് ശ്രീ അകാൽ ജി. അതിൻ്റെ അർത്ഥം സത്യം ഒരിക്കലും അവസാനിക്കുന്നില്ല സർ. സത്യം ഒരിക്കലും അന്ത്യം വരുന്നില്ല. സത്യത്തിന് അവസാനമില്ല. ദ സത്യം ഈസ് എവർലാസ്റ്റിംഗ്. ദറ്റ് എവർലാസ്റ്റിംഗ് ട്രൂത്ത്. ദ ട്രൂത്ത് ഈസ് എവർലാസ്റ്റിംഗ്. ഇതാണ് എൻ്റെ മഹത്വം.